വർഷങ്ങളായി അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നളന്ദ ബുക്ക് സ്റ്റാൾ. സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് ബുക്കുകൾ മോഷണം നടത്തുന്നതിനിടെ അടിമാലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബൈസൺ വാലി സ്വദേശി മുത്തുവേലിൽ പ്രദീപ്, മച്ചിപ്ലാവ് സ്വദേശി മുട്ടുചിറയിൽ ജസ്റ്റിൻ എന്നിവരെ പോലീസ് പിടികൂടിയത്. 1.5 മാസം മുമ്പാണ് ഗോഡൌണിൽ നിന്നും 4.5 ലക്ഷം രൂപയുടെ ബുക്കുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി ബോധ്യപ്പെട്ടത്. തുടർന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ സ്ഥാപന ഉടമയായ റജികുമാർ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് നിങ്ങളുടെ ഗോഡൌണിൽ നിന്ന് ഏതാണ്ട് 4,32,000 രൂപയുടെ നോട്ട് ബുക്കുകൾ മോഷണം പോയി. അത് സംബന്ധിച്ച് അടിമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുകയും അതിൽ പ്രതിയെ പിടിക്കുകയും ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിച്ചു. പക്ഷേ എൻ്റെ തൊണ്ടി മുതൽ ആ സമയത്ത് റിക്കവർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6:30 സമയത്ത് പോലീസ് ഈ ഇടവഴിയിലൂടെ തുഫാനായിട്ട് ബന്ധപ്പെട്ട് റെയ്ഡിന് വന്നപ്പോഴാണ് ഈ ഗോഡൗണിൻ്റെ മുന്നിൽ ഈ പറയുന്ന ആദ്യം പിടിച്ച പ്രദീപ് എന്ന് പറയുന്ന ബൈസൺ വാലിക്കാരനാണ്. ഇപ്പോൾ താമസിക്കുന്നത് അടിമാലിയിലാണ്. ഇവിടെ നമ്മുടെ ഷട്ടർ പെട്ടെന്ന് വലിച്ചടയ്ക്കുന്നതുകൊണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ടയർ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിന് സംശയം തോന്നി, പിടിച്ചു. അദ്ദേഹത്തിൻ്റെ വണ്ടി തുറക്കാൻ പറഞ്ഞപ്പോൾ വണ്ടിക്കകത്ത് നിറയെ നോട്ട് ബുക്കുകൾ കയറ്റിയിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽ ലഭിച്ചിരിക്കുന്നത് നിലവിൽ നമ്മുടെ ജീവനക്കാരനായ ഏതാണ്ട് 8 വർഷത്തോളമായി ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ജസ്റ്റിനാണ് താക്കോലൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാധാരണ സ്റ്റോക്ക് എടുക്കുന്നത് ഒരു വർഷം കൂടുമ്പോഴാണ് സ്റ്റോക്ക് എടുക്കുന്നത്. കഴിഞ്ഞ 6 മാസം മുമ്പ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യത്യാസം കണ്ടതുകൊണ്ടാണ് നമ്മൾ സംശയം വിചാരിച്ച് പോലീസിനെ അറിയിച്ചത്. ഇപ്പോൾ വീണ്ടും മാർച്ചിലാണ് സ്റ്റോക്ക് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അടിമാലി സ്റ്റാൻഡിൽ നിന്ന് ജന്ന റെസിഡൻസി റോഡിലൂടെ പരിശോധന നടത്തുന്ന സമയത്ത് നളന്ദ ബുക്ക് സ്റ്റാളിന്റെ ഗോഡൌണിന്റെ ഷട്ടർ പെട്ടെന്ന് അടച്ചുപൂട്ടി പ്രദീപ് കാറിൽ കയറുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ പ്രദീപിന്റെ കാർ പരിശോധിച്ചപ്പോൾ 4 കെട്ട് നോട്ടുബുക്കുകൾ കണ്ടെത്തി. തുടർന്ന് പോലീസ് പ്രദീപിനെ ചോദ്യം ചെയ്തപ്പോൾ നളന്ദ ബുക്ക് സ്റ്റാളിലെ ജീവനക്കാരനാണ് താനെന്നാണ് പ്രദീപ് പറഞ്ഞത്. തുടർന്ന് സ്ഥാപനോടമ റജികുമാറിനെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രദീപിനെ 1.5 മാസം മുമ്പ് റൂട്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടിനെ തുടർന്ന് പിരിച്ചുവിടുകയും മോഷണക്കുറ്റത്തിന് നിലവിൽ കേസ് കോടതിയിലുള്ളതായും പോലീസിനോട് അറിയിച്ചു. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ നിലവിൽ കടയിലെ ജീവനക്കാരനായ ജസ്റ്റിനാണ് ഗോഡൌണിന്റെ താക്കോൽ നൽകിയതെന്ന് പറഞ്ഞു. നളന്ദ ബുക്ക് സ്റ്റാളിലെത്തി ജസ്റ്റിനെ ചോദ്യം ചെയ്തതോടെ താക്കോൽ നൽകിയത് താനാണെന്ന് പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കേരള 1 മലയാളം, ഇടുക്കി.